ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കൗണ്ടർ ടോപ്സിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. അതിൻ്റെ പാർട്ട് 2 ആണ് ഈ വീഡിയോയിൽ. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ്. ഈ വീഡിയോ കഴിഞ്ഞ വീഡിയോനേക്കാളും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. എസ്പെഷ്യലി ഏറ്റവും ഒരു കിച്ചണിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റലേഷൻ ഓഫ് യുവർ കൗണ്ടർ ടോപ്പാണ്. കൗണ്ടർ ടോപ്പ് കറക്റ്റായിട്ട് സ്ലാബ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കിച്ചൺ കുറേ വർഷത്തേക്ക് ഒരു കേടും വരാണ്ട് ഇരിക്കുന്നതാണ് എൻ്റെ ബലമായ വിശ്വാസം. അപ്പോൾ ഈ വീഡിയോ കൂടെ എക്സാമ്പിൾസും പിന്നെ അത് കറക്റ്റായ മെത്തേഡ് എന്താണ്, എന്തൊക്കെ കാര്യങ്ങൾ ഇൻസ്റ്റലേഷൻ ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെക്കുറിച്ചും പറയുന്നതായിരിക്കും. സോ മേജറായിട്ട് ഒരു കൗണ്ടർ ടോപ്പിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം? മോസ്റ്റ്ലി ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് ഇൻസ്റ്റലേഷൻ ചെയ്യാത്തത് കൊണ്ട് അതിൻ്റെ അകത്തേക്കൂടെ പതുക്കെ വെള്ളം സീപ്പ് ചെയ്ത് അതിൻ്റെ അകം മുഴുവനും പ്രശ്നമായി, മൊത്തത്തിൽ ആ വുഡും എല്ലാം കേടായി അൺഹൈജീനിക് ആയിട്ട് അല്ലേ, അതൊരു വിഷയം നമ്മൾ കാണാറുണ്ട്. രണ്ടാമത്തതോ ശരിക്കും ജോയിൻസ് എല്ലാം ശരിക്കും ചെയ്യാതെ വരിക, അങ്ങനെയൊക്കെ വരുമ്പോഴും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പ് എല്ലാം മെസ്സി ആകാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ഒരുപാട് കണ്ടമാനം വെയിറ്റ് ഉള്ള സ്ലാബ്സ് യൂസ് ചെയ്യുമ്പോൾ, ഈ കണ്ടമാനം വെയിറ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു തിക്നെസ് 15 mm ഒക്കെ വളരെ ചെറിയ തിക്നെസ്സാണ്. അപ്പം ഒരു മിനിമം ഒരു 16 to 17 mm തിക്നെസ് എങ്കിലും സ്ലാബിന് വേണം. അതേ സമയത്ത് 25 mm മുകളിൽ പോകാൻ പാടില്ല. ഒരു 20 to 23 mm തിക്നെസ് വരികയാണെങ്കിൽ, അതായത് ഏകദേശം ലെസ് ദാൻ ആൻ ഇഞ്ച് ഉണ്ടെങ്കിൽ മോർ ദാൻ ഇനഫ് ആണ് ഒരു സ്ലാബിന്. പിന്നെ അത് അവർക്കറിയാം ഡബിൾ തിക്നെസ് എങ്ങനെ കാണിക്കണം എന്നൊക്കെ ഉള്ളത് പണിക്കാർക്ക് അറിയാൻ പറ്റും. അപ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് അടുത്തത് എന്താ വേണ്ടത്? നന്നായിട്ട് പണി അറിയാം എന്നുള്ള ഒരാളാണ് അല്ലേ. അങ്ങനത്തെ ഒരാൾക്ക് മാത്രമേ നിങ്ങളത് ഏൽപ്പിക്കാവുള്ളൂ. അപ്പം ഏത് മെറ്റീരിയൽ യൂസ് ചെയ്താലും, അതായത് ഗ്രാനൈറ്റ് ആയിക്കോട്ടെ, മാർബിൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ക്വാഡ്സ് ആയിക്കോട്ടെ, ഏത് സ്ലാബ് നിങ്ങൾ യൂസ് ചെയ്താലും ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് ലോങ് നിങ്ങൾക്ക് തന്നെ മടുത്തു പോകും. ശരിക്കും പറഞ്ഞാൽ ഇനിയിപ്പോൾ എനിക്ക് എൻ്റെ കിച്ചൺ ഇടിച്ച് പുതിയതായിട്ട് ചെയ്യണം എന്നുള്ള അവസ്ഥയിൽ നമ്മളെത്തും. അത്രയ്ക്ക് കെയർഫുള്ളായിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ ലോഞ്ചിവിറ്റി ഉണ്ടാവും നമ്മുടെ കിച്ചണിന്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ 2 രീതിയിൽ നമുക്ക് നമ്മുടെ കൗണ്ടർ ടോപ്പ് ചെയ്യാൻ പറ്റും. ഒന്നെന്ന് പറഞ്ഞാൽ ചിലരെന്ത് ചെയ്യും, ക്ലാംസ് ഒക്കെ കൊടുത്തിട്ട് അല്ലെങ്കിൽ മതിൽ കൂടെ ഇങ്ങനെ അകത്തോട്ട് ഗ്രൂവ് ചെയ്ത് അതിലോട്ട് കയറ്റിയാണ് ചെയ്യുന്നത്. സ്ട്രോങ് ആയിട്ട് നിൽക്കും. ക്ലാംസും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ സ്ട്രോങ് ആയിട്ട് നിന്നോളും, അതിന് പ്രശ്നമില്ല, അത് വീഴത്തൊന്നുമില്ല. രണ്ടാമത്തെ മെത്തേഡ് എന്താണ്? കൗണ്ടർ ടോപ്പിൻ്റെ കീഴിലുള്ള ബേസ് യൂണിറ്റ്സ് ഉണ്ടല്ലോ, ആ ബോക്സസ് ഒക്കെ നമ്മൾ പണിതെടുത്ത് റെഡിയാക്കിയിട്ട് അതിൻ്റെ പുറത്ത് ഏത് സ്ലാബാന്ന് വെച്ചാൽ അതിനെ ലേ ചെയ്യുക എന്നുള്ളത്. ഈ 2 ടൈപ്പ് ഓഫ് ഇൻസ്റ്റലേഷൻസിൽ ഏറ്റവും നല്ലത് ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും സെക്കൻഡ് മെത്തേഡ് തന്നെയാണ്. അതെന്താണെന്നറിയോ, നമുക്കിപ്പം നമ്മൾ ക്ലാംസ് എല്ലാം കൊടുത്ത് ഗ്രാനൈറ്റോ അല്ലെങ്കിൽ മാർബിളോ എന്തെങ്കിലും കൗണ്ടർ ടോപ്പ് നമ്മൾ പിടിപ്പിച്ചു എന്ന് കൂട്ടിക്കോളൂ. എന്നിട്ട് താഴെ ഈ ബോക്സസ് ഒക്കെ നമ്മളിങ്ങനെ അതിൻ്റെ താഴെ ഇങ്ങനെ വെക്കുകയാണ് ചെയ്യുന്നത്. സോ ബിറ്റ്വീൻ ദ കൗണ്ടർ ടോപ്പ് ആൻഡ് ആ താഴത്തെ ക്യാബിനറ്റ്സ് ഉണ്ടല്ലോ, അത് തമ്മിലൊരു ചെറിയൊരു സ്പേസ് ചിലപ്പം നമുക്ക് കാണും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എത്ര നമ്മൾ ശ്രമിച്ചാലും ചെറിയൊരു 1 or 2 mm സ്പേസ് എങ്കിലും അവിടെ ക്രിയേറ്റ് ചെയ്യാതെ നമുക്കത് അകത്തോട്ട് കയറ്റി വെക്കാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് അവിടെ എയർ പോക്കറ്റ്സ് ഫോം ചെയ്യും. ഓക്കെ, അപ്പം ഈ എയർ പോക്കറ്റ്സിൽ കൂടെ നമ്മൾ ഏതെങ്കിലും ഒരു ഹെവി ആയിട്ടുള്ള ഒരു പാത്രമോ അല്ലെങ്കിൽ ചിലർ ഇഞ്ചിയൊക്കെ ഇടിക്കും, അങ്ങനെ അല്ലെങ്കിലും ചെയ്യാൻ പാടില്ല. ഇതിൽ അവിടെ വെച്ച് ക്രാക്സ് വരാനുള്ള വളരെ വളരെ ഹൈ ചാൻസ് ഉണ്ട്. അങ്ങനെ ഇതുപോലത്തെ ഒരു ഇൻസ്റ്റലേഷൻ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ക്രാക്സ് വരും. പ്രത്യേകിച്ച് ഗ്രാനൈറ്റ് പോലത്തെ മെറ്റീരിയൽ ക്രാക്ക് വന്നാൽ ആദ്യം നമ്മൾ തിരിച്ചറിയത്തില്ല. പക്ഷെ പതുക്കെ അതിൽ കൂടെ നിന്ന് അത് എക്സ്പാൻഡായി വലിയ ക്രാക്സ് ആയിട്ട് സ്പ്രെഡ് ആകാനുള്ള ചാൻസ് ഒരുപാട് ഹൈ ആണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്തായിരിക്കും? നമ്മൾ ആദ്യം ബേസ് യൂണിറ്റ്സ്, അതായത് ക്യാബിനറ്റ്സ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്ത് വെറുതെ എടുത്ത് ഈ സ്ലാബ് വെക്കാൻ പാടില്ല. അതിൻ്റെ പുറത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല ഹൈ ഗ്രേഡ് വാട്ടർ പ്രൂഫ് പ്ലൈ കൊടുക്കുക. ടെംപ്ലേറ്റിൽ കട്ട് ചെയ്തെടുത്ത് പ്ലൈ കൊടുത്തിട്ട് ആ പ്ലൈൻ്റെ പുറത്ത് എറൽഡൈറ്റോ അതുപോലത്തെ ഒരു സംഭവം അതിൽ കൊടുത്തിട്ട് അതിൻ്റെ പുറത്ത് വേണം നമ്മൾ ഈ സ്ലാബിനെ ഇരുത്താനായിട്ട്. കൗണ്ടർ ടോപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്ക് ഒരു 5 ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ, സോ ആദ്യമായിട്ട് അതിൻ്റെ ബേസിൽ ഒരു പ്ലൈ ലെയർ നമ്മൾ കൊടുക്കണം. അത് ആ പ്ലൈ കൊടുക്കുന്നത് ഏറ്റവും ക്രൂഷ്യൽ സ്റ്റെപ്പാണ്. സോ ദാറ്റ് അത് എയർ പോക്കറ്റ്സ് ഫോം ചെയ്യാതെ ആ പ്ലൈൻ്റെ പുറത്ത് നമ്മൾ എറൽഡൈറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ലൊരു അഡസീവ് വെച്ചിട്ട് നമ്മൾ ഗ്ലൂ ചെയ്ത് ആ കൗണ്ടറിനെ പിടിപ്പിക്കണം. രണ്ടാമത്തത് എന്താണ്? നമ്മൾ ജോയിൻസ് എല്ലാം എപ്പോക്സി ഗ്രൗട്ടിങ് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. എപ്പോക്സി ഗ്രൗട്ടിങ് ലൈഫ് ലോങ് ഗ്യാരണ്ടി ഉള്ളൊരു ഗ്രൗട്ടിങ് ആണ്. ഈ വൈറ്റ് സിമെൻറ്റ് പോലത്തെ സംഭവങ്ങൾ വെച്ചിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ വിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതിൽ കൂടെ വെള്ളം കയറും ആൻഡ് ഒബ്വിയസ്ലി നമ്മുടെ എല്ലാ സാധനങ്ങളുടെ ഉള്ളിൽ വെള്ളം കയറി എത്ര വാട്ടർ പ്രൂഫ് പ്ലൈ ആണെങ്കിലും എന്തൊക്കെ ആണെങ്കിലും അൺഹൈജീനിക് ആണ് ഉള്ളിൽ വെള്ളം കയറി ഇങ്ങനെ മഷ്റൂംസ് ഒക്കെ ഫോം ചെയ്യുമ്പോഴത്തേക്ക് അല്ലേ.
പിന്നെ ഒരു എക്സ്ട്രാ പ്രൂഫിങ്ങിനായിട്ട് നിങ്ങൾ ഗ്രാനൈറ്റ് കൊടുത്തിട്ട് അതിൻ്റെ ആ ബാക്ക് സ്പ്ലാഷ് ഉണ്ടല്ലോ, അതായത് ആ എൻഡിൽ വരുന്ന പോർഷനിൽ നമ്മളൊരു ചെറിയൊരു സട്ടിലായിട്ട് ഒരു 2 to 3 ഇഞ്ചസ് എങ്കിലും ഒരു സ്കേർട്ടിങ് അതേ പീസ് ഓഫ് ഗ്രാനൈറ്റോ അല്ലെങ്കിൽ വേറെ മേളിലിടുന്ന ബാക്ക് സ്പ്ലാഷിൻ്റെ ടൈലോ ഏതെങ്കിലും വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ലെയർ ചെയ്യുക. ആ കൗണ്ടർ ടോപ്പിൻ്റെ മെറ്റീരിയൽ വെച്ച് തന്നെ നിങ്ങൾ ഒരു സ്കേർട്ടിങ് കൊടുക്കുകയാണെങ്കിൽ അത് കാണാനും ഒരു ലുക്ക് ഉണ്ടാവും. രണ്ടാമത്തേന്ന് വെച്ചാൽ അതിൽ കൂടെ ഒരു എക്സ്ട്രാ പ്രൂഫിംഗ് ആണത്. ശരിക്കും പറഞ്ഞാൽ ഒരു ലെയർ വന്നിട്ട് അതിൻ്റെ പുറത്ത് ഇനിയൊരു ലെയർ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇവിടെ നിന്ന് കടന്നു പോയിട്ടല്ലേ അങ്ങോട്ടേക്ക് പോകത്തുള്ളൂ. അതിനിടയ്ക്ക് നമുക്ക് വെള്ളം കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തുടച്ചെടുക്കാനായിട്ടും എളുപ്പമുണ്ടായിരിക്കും. ആൻഡ് ഇതുപോലെ കൊടുക്കുന്ന കാര്യങ്ങൾക്ക് ജോയിൻസ് ഗ്രൗട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ എപ്പോക്സി ഗ്രൗട്ടിങ് തന്നെ കൊടുക്കാൻ നോക്കുക. എപ്പോക്സി ഗ്രൗട്ടിങ് കുറേ കൂടെ നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. വൈറ്റ് സിമെൻറ്റ് പോലെ അത്ര പെട്ടെന്ന് ചിപ്പായി പോകാൻ സാധ്യതയില്ല. പിന്നെ ഒരുപാട് പേര് മിസ് ചെയ്യുന്ന വേറൊരു കാര്യം എന്താണെന്നറിയോ, ഗ്രൂവ്സ്, അതായത് ഗ്രാനൈറ്റിൻ്റെ തൊട്ട് കീഴിൽ, അതായത് എൻഡ് ഓഫ് ദ ഗ്രാനൈറ്റ് ഉണ്ടല്ലോ, നമ്മൾ എവിടെയാണോ ഇങ്ങനെ നിൽക്കുന്ന കിച്ചൻ്റെ അവിടെ, അതിൻ്റെ അവിടെ തൊട്ട് താഴെ അണ്ടർ ദ ഗ്രാനൈറ്റ് ഒരു ഗ്രൂവ് പോലെ ഇങ്ങനെ കൊടുക്കും. അപ്പോൾ ആ ഗ്രൂവ് എന്തിനാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ എന്തെങ്കിലും വെള്ളം ഒഴുകോ എന്തെങ്കിലും ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിലും ആ വെള്ളം ഒഴുകി ആ ഗ്രൂവിൻ്റെ അവിടെ വെച്ചിട്ട് തടഞ്ഞു നിൽക്കും. റൈറ്റ്. അപ്പോൾ അതും കടന്ന് ക്യാബിനറ്റിൻ്റെ ഉള്ളിൽ വെള്ളം കയറാതെ അത് നമുക്കൊരു പ്രൊട്ടക്ഷൻ തരും. ഇതൊരു ഇമ്പോർട്ടൻ്റ് ഒരു സ്റ്റെപ്പാണ്. നമ്മൾ എത്ര നല്ല ഗ്ലൂ യൂസ് ചെയ്താലും എത്ര നല്ല എപ്പോക്സി ഗ്രൗട്ടിങ് യൂസ് ചെയ്താലും വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഒരിക്കലും ഈ അടുപ്പിൻ്റെ അവിടെ, അതായത് ഇൻബിൽറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഹോബിൻ്റെ അവിടെയോ അല്ലെങ്കിൽ സിങ്കിൻ്റെ അവിടെ ഒരിക്കലും രണ്ട് ഗ്രാനൈറ്റ് തമ്മിൽ ജോയിൻറ്റ് വരാനേ പാടില്ല. അത് എന്തൊക്കെ ആണെങ്കിലും ചെറിയ നാച്ചുറൽ മെറ്റീരിയലൊക്കെ, അത് ഗ്രാനൈറ്റൊക്കെ ഒരു നാച്ചുറൽ മെറ്റീരിയലാണ്. ചെറിയ എക്സ്പാൻഷൻ ചൂട് കാരണമൊക്കെ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. വെള്ളം എന്ന് പറയുന്നത് ചെറിയൊരു പോർഷൻ ഓഫ് ക്രാക്ക് ഉണ്ടെങ്കിൽ അതിൽ കൂടെ ഒന്ന് വെള്ളം കയറാൻ പറ്റും അല്ലേ. സോ അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കാനുള്ളൊരു കാര്യമാണ്. സോ സ്ലാബ്സ് മേടിക്കുന്ന സമയത്ത് തന്നെ എവിടെയൊക്കെയാണോ കൗണ്ടർ ടോപ്പിൽ കട്ടൗട്ട്സ് ഉള്ളതെന്ന് വെച്ചാൽ അതിൻ്റെയൊക്കെ ടെംപ്ലേറ്റ്സ് എടുത്തിട്ട് പോയിട്ട് അവരോട്, കടക്കാരോട് ചോദിക്കുക, അപ്പം ഇങ്ങനെ എനിക്ക് ജോയിൻസ് വരാത്ത വിധത്തിൽ എനിക്ക് അത്രയും വലിയ സ്ലാബ്സ് ആവശ്യമുണ്ടെന്ന്. അപ്പം കാശ് സേവ് ചെയ്യാനായിട്ട് അവിടെ ഇവിടെയൊക്കെ ജോയിൻസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നാളെ നമുക്ക് പണി കിട്ടും. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയാം, ഹൈറ്റ് ഓഫ് ദ കൗണ്ടർ ടോപ്പ്. ഹൈറ്റ് ഓഫ് ദ കൗണ്ടർ ടോപ്പും ഇൻസ്റ്റലേഷൻ ടൈമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ അതിനെയും ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പായിട്ട് ഇവിടെ വെച്ചത്. ഏകദേശം ഒരു 5 feet പൊക്കമുള്ള ഒരാൾക്ക് ഒരു 33 inches ആണ് കൗണ്ടർ ടോപ്പ് കറക്റ്റ് ഹൈറ്റ് എന്നാണ് ആക്ച്വലി പറയുന്നത്. ഒരാളുടെ ഹൈറ്റ് 2 inch വെച്ച് കൂടുന്നതനുസരിച്ചിട്ട് ഇതിൻ്റെ കൗണ്ടർ ടോപ്പിൻ്റെ ഹൈറ്റ് ശരിക്കും ഓരോരോ ഇഞ്ച് കൂട്ടണം എന്നാണ് പേര്. ഞാനാണെങ്കിൽ കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ടാണ് ഇതിനെ കാണുന്നത്. ബിക്കോസ് നമ്മൾ ഒരാൾ മാത്രമല്ല ഒരു വീട്ടിൽ കിച്ചണിൽ കയറുന്നത് അല്ലേ. നമ്മുടെ മെയ്ഡ് ഉണ്ടാവും, നമ്മൾ ഉണ്ടാവും, പിന്നെ ഒബ്വിയസ്ലി വീട്ടിലുള്ള എല്ലാവരും ചേർന്ന് കുക്ക് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഹസ്ബൻഡ്, വൈഫ്, പിള്ളേർ എല്ലാവരും പലവരും പല ഹൈറ്റിലുള്ള ആൾക്കാരായിരിക്കും അല്ലേ. സോ ഇപ്പം വളരെ ഷോർട്ടായിട്ടുള്ള ആളുടെ ഒരു ഹൈറ്റ് വെച്ചിട്ട് നമ്മൾ കൗണ്ടർ ടോപ്പ് പണിതെടുക്കുകയാണെങ്കിൽ ഇപ്പം ആ വീട്ടിൽ തന്നെ വളരെ ഹൈറ്റായിട്ടുള്ള ഒരാൾക്ക് അത് ചിലപ്പം യൂസർ ഫ്രണ്ട്ലി ആയിട്ട് അല്ലാതാകും. ആൻഡ് അവർക്ക് നടുവേദന, അങ്ങനത്തെ പോസിബിലിറ്റീസ്, ഭയങ്കര തലവേദന, അതൊക്കെ മൈഗ്രെയിൻസ് ഒക്കെ വരാൻ പോലും ചാൻസ് ഉണ്ട്. സോ ഓൺ ആൻ ആവറേജ് ഞാൻ പറയും, ഇപ്പോൾ 5 feet 5 inches ഈ ഒരു ഹൈറ്റിലുള്ളൊരു ആളുടെ കിച്ചൺ ആണെങ്കിൽ ഒരു 34 inches തന്നെ ധാരാളമായിരിക്കും. ഇപ്പോൾ 5 അടി പൊക്കമുള്ള ഒരാൾക്ക് 34 inch ഹൈറ്റിൻ്റെ കൗണ്ടർ ടോപ്പ് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ബിക്കോസ് ഞങ്ങളുടെ വീട്ടിൽ 34 inchesലാണ് ശരിക്കും പറഞ്ഞാൽ അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് എൻ്റെ അമ്മ നല്ല ഷോർട്ട് ആണെങ്കിലും എനിക്ക് തോന്നിയിട്ടുള്ളത് അമ്മ കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. യൂഷ്വലി ഇത് ഇൻ്റർനാഷണൽ ഹൈറ്റ് വെച്ചിട്ടാണ് ഇവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം ഇന്ത്യൻസ് പൊതുവേ വളരെയധികം ഹൈറ്റുള്ള ആൾക്കാരല്ല നമ്മൾ. സോ ആവറേജ് ഹൈറ്റ് വെച്ചിട്ട് 5 feet 3 inch to 5 feet 4 inchൻ്റെ ഒരു ഹൈറ്റിലുള്ള ഒരാളെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ 33.5 to 34.5 inches പെർഫെക്റ്റ് ഹൈറ്റായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അതുകൂടാണ്ട് ആ വീട്ടിലുള്ള എല്ലാവരും നല്ല പൊക്കമുള്ള ആൾക്കാരാണ്. 5 feet 5 inches മുകളിലുള്ള ആൾക്കാരാണെങ്കിൽ 36 inches ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഹൈറ്റിൽ തന്നെ വെച്ചോളൂ, നല്ല പെർഫെക്റ്റ് ഹൈറ്റ് ആയിട്ടിരിക്കും. അപ്പം വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ള എന്താണെന്ന്, ഈ ഹൈറ്റ് വരുമ്പോഴത്തേക്ക് അതിൻ്റെ കൂട്ടത്തിൽ എന്തൊക്കെ അപ്ലയൻസസ് ആണ് നമ്മൾ വെക്കുന്നതെന്നും കൂടി ശ്രദ്ധിക്കണം. അപ്പം അപ്ലയൻസസ് ഇപ്പോൾ അണ്ടർ ക്യാബിനറ്റ് ആണ് നമ്മൾ ഡിഷ് വാഷറൊക്കെ വെക്കാൻ പ്ലാൻ ചെയ്യുന്നോ, അല്ല വേറെ എന്തെങ്കിലും അണ്ടർ ക്യാബിനറ്റ് അപ്ലയൻസസ് വരാൻ സാധ്യതയുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹൈറ്റ് കൂടി മെഷർ ചെയ്ത് അതിനെ ഓവറോൾ വെച്ചിട്ട് വേണം കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഹൈറ്റ് നിശ്ചയിക്കാനുള്ളത്. പക്ഷേ ഡെഫിനറ്റ്ലി 36 inches മുകളിൽ പോകാതെ സൂക്ഷിക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. അപ്പോൾ അതിന് തന്നെ ഒരു പാർട്ട് 3 കൂടെ ഉണ്ട്. അതിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാമെന്നാണ് വിചാരിച്ചത്. അല്ലെങ്കിൽ വീഡിയോസ് എല്ലാം വളരെയധികം നീണ്ടു പോകുന്നുണ്ട്, പിന്നെ നിങ്ങൾക്ക് ബോറടിക്കും കേട്ടോ, അതുകൊണ്ടാണ്. അപ്പം പാർട്ട് 3യും മറക്കാതെ കാണണം. സോ അതുവരെ ബൈ, താങ്ക് യു.